നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. GST ആശങ്ക പരിഹരിക്കാൻ ധനമന്ത്രി വ്യാപാരി സമൂഹവുമായി നടത്ത ചർച്ചയിൽ ഫലം കണ്ടില്ല. കോഴി വ്യാപാരികൾ നാളെ മുതലും ചില്ലറ വ്യാപാരികൾ ചൊവ്വാഴ്ച മുതലും സമരം തുടരും. കടയെടുപ്പ് സമരം വില കൂട്ടാനോ അതോ നികുതി കുറയ്ക്കാനോ എന്നാണ് പ്രൈം ടൈം ആദ്യം പരിശോധിക്കുന്നത്. വിരമിച്ച മുൻ പോലീസ് മേധാവി TP സെൻകുമാർ കാവി പാളയത്തിലേക്കെന്ന സംശയങ്ങൾ ബലപ്പെടുകയാണ്. ജന്മഭൂമി സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്ത സെൻകുമാർ RSSന് സമാനമായ ചിന്തകളാണ് ഇന്നും പങ്കുവയ്ക്കുന്നത്. കാക്കി ഊരിയ സെൻകുമാർ കാവിയെടുക്കുമോ എന്നാണ് പ്രൈം ഡിബേറ്റ് രണ്ടാം ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. അതിനു മുമ്പ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. വ്യാപാരികളുമായി ഒത്തുതീർപ്പാകാതെ ധനമന്ത്രി തോമസ് ഐസക്. GST തർക്കങ്ങൾക്ക് ചർച്ചകളിൽ പരിഹാരമായില്ല. കോഴി വ്യാപാരികൾ നാളെ മുതൽ കടകൾ അടച്ചിടും. 11-ന് കടകൾ അടച്ചിടുമെന്ന് ചില്ലറ വ്യാപാരികൾ. പത്മനാഭസ്വാമി ക്ഷേത്ര നിലവറ തുറക്കാൻ ഉറച്ച് സർക്കാർ. എന്തുകൊണ്ട് നിലവറ തുറന്നുകൂടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ചർച്ചയാകാമെന്ന് രാജകുടുംബം. ഈ നിലവറ തുറക്കുന്നത് എതിർക്കുന്നവരെ സംശയിക്കണമെന്ന് VS. കാവി അണിഞ്ഞ് രാഷ്ട്രീയത്തിലിറങ്ങാൻ ഒരുങ്ങി TP സെൻകുമാർ. വിവാദ പ്രസ്താവനകളെ ന്യായീകരിച്ച് മുൻ പോലീസ് മേധാവി. അപ്രിയ സത്യങ്ങൾ രഹസ്യമായി പറയേണ്ടി വരുമെന്നും ജന്മഭൂമി ചടങ്ങിൽ. അത് ചിലർ പുറത്തുവിടുമെന്നും സെൻകുമാർ. ഇടതിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ പിന്തുണച്ച് ഉമ്മൻചാണ്ടി. CPI പറയുന്നത് ജനങ്ങളുടെ അഭിപ്രായം. CPIയും ലീഗും കോൺഗ്രസും ഒന്നിച്ചു നിന്ന കാലം മറക്കേണ്ടെന്നും ഉമ്മൻചാണ്ടി. കോലഞ്ചേരി പള്ളിയിൽ കുർബാന അർപ്പിച്ച് ഓർത്തഡോക്സ് സഭ. സുപ്രീം കോടതി ഉത്തരവോടെ തർക്കം അവസാനിച്ചെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ. ഉത്തരവ് എല്ലാ സഭകൾക്കും ബാധകം. ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് ചാമ്പ്യൻ പട്ടം. ഇന്ത്യക്ക് 13 സ്വർണം. ഒരു നികുതി 1000 ആശങ്ക. GSTയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാൻ ധനമന്ത്രി തോമസ് ഐസക് വ്യാപാരികളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 11-ന് പ്രഖ്യാപിച്ച കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകാൻ കേരള വ്യാപാരി ഏകോപന സമിതി തീരുമാനിച്ചു. വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ തയ്യാറാണെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. GST നടപ്പാക്കാൻ 3 മാസത്തെ സാവകാശം വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് T നസറുദ്ദീനും ആവശ്യപ്പെട്ടു. ഇറച്ചിക്കോഴി വിലയിൽ തർക്കം പരിഹരിക്കാൻ വിളിച്ച ചർച്ചയും ഫലം കണ്ടില്ല. നാളെ മുതൽ കോഴിക്കടകൾ അടച്ചിട്ട് സമരം നടത്താനാണ് വ്യാപാരികളുടെ തീരുമാനം. വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ധനമന്ത്രി തോമസ് ഐസക്, സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് C. മാത്യു, കോഴി കർഷകൻ, ഒപ്പം തന്നെ വ്യാപാരി സംഘടനയുടെ പ്രതിനിധികൾ എന്നിവരാണ്. ആദ്യം തന്നെ ധനമന്ത്രി തോമസ് ഐസക്കിലേക്ക്. എന്തുകൊണ്ടാണ് കേന്ദ്രം ആവിഷ്കരിച്ച GST അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലടക്കം ഉടലെടുത്തിട്ടുള്ള ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഇല്ലാതാകുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് എനിക്ക് എന്താ അവരുടെ നിലപാടെന്ന് അറിയത്തില്ല. കേരള സർക്കാരും അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളിലും സ്പഷ്ടീകരണം വേണം, ചില കാര്യങ്ങളിൽ അടിയന്തരമായിട്ടുള്ള തിരുത്തലുകൾ വേണം, അതുപോലെ തന്നെ ആൻറ്റി പ്രോഫിറ്ററിംഗ് ക്ലോസ് ഫലപ്രദമായി നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണം. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ തുടർച്ചയായിട്ട് കേന്ദ്ര സർക്കാരിന് ദിനമെന്നോണം എഴുതുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം MRP വില സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിലെന്തെങ്കിലും തിരുത്ത് വേണമെങ്കിൽ എങ്ങനെ തിരുത്താം എന്നുള്ളത് സംബന്ധിച്ച് വിശദീകരണം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കും ഈ ആശങ്കകൾ എന്തെന്ന് മനസ്സിലാകുന്നില്ല. സംശയങ്ങളുണ്ടാവാം, ചില പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ ഭരണഘടന ഭേദഗതി വന്നൊരു നികുതി അത് 3 മാസത്തേക്ക് മാറ്റി വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ചെയ്യാൻ പറ്റുമോ? കാരണം അത് ഇന്നത്തെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയാണ്. അപ്പം അങ്ങനെ ഒരു മുദ്രാവാക്യം വെച്ച് പണം മുടക്കിയിട്ട് എവിടെ നമ്മൾ എത്തിച്ചേരാനാണ്?
അതേസമയത്ത് കൃത്യമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാം. ഇന്ന് ഞാൻ ചർച്ച ചെയ്തതിൽ ശ്രീ തോമസ് ഐസക്, വ്യാപാരികൾക്ക് വിശദീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും, തോമസ് ഐസക്, വ്യാപാരികൾക്ക് അവരുടെ ആശങ്കയുണ്ട്, അവർക്ക് പ്രതിഷേധമുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ പ്രത്യക്ഷമായി സമരത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവരുടെ ആശങ്ക പരിഹരിക്കാൻ, അവരുടെ പ്രതിഷേധത്തിന് അടിസ്ഥാനമില്ല എങ്കിൽ എന്ത് മാർഗമാണുള്ളത് ഈ സമരത്തെ അടക്കം നേരിടാൻ? GST നടപ്പാക്കുന്നു ഒരു വശത്ത്, വില കൂടുന്നു മറുവശത്ത്, കടകളടച്ചിട്ട് സമരം നടത്തുമ്പോൾ ഉൽപ്പന്നങ്ങൾ കിട്ടാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾക്ക് മാറേണ്ടി വരും. അതുകൊണ്ട് പൊതുജനം, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ പരിഷ്കാരം കൊണ്ട് സമീപകാലത്ത് കുറച്ച് ദിവസമാണെങ്കിലും കഷ്ടപ്പാട് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതിനെ എങ്ങനെ നേരിടാൻ കഴിയും സർക്കാരിന്? ആദ്യം നിങ്ങൾ വേണമെങ്കിൽ എന്നോട് ഇവരുടെ ആശങ്കകൾ ഏതാണെന്ന് വെച്ചാൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം, അതിന് വിശദീകരണം നൽകാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സമരം നേരിടുന്ന കാര്യം പറയാം. സമരത്തിൽ നിന്ന് നേരിടാൻ ഉദ്ദേശിച്ചില്ല, സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, സമരം ചെയ്തോട്ടെ. ജനങ്ങൾക്ക് അതിൻ്റെ ഫലമായിട്ട് പ്രശ്നങ്ങൾ വരും. ഇവിടെ ജനങ്ങളോട് പറയും സർക്കാരിൻ്റെ തെറ്റല്ല, സർക്കാരിന് ഇതിൽ കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഈ വിസ്തീർണമൊക്കെ നൽകിയിട്ട് നടത്തുന്ന ഒരു അനാവശ്യ സമരമാണെന്ന് ജനങ്ങളോട് പറയാം. അതല്ലാതെ എന്താ ചെയ്യാ? താങ്കൾ കഴിഞ്ഞ ദിവസം 87 രൂപയ്ക്ക്, നാളെ മുതൽ കേരളത്തിൽ 87 രൂപയ്ക്ക് കിലോയ്ക്ക് ഇറച്ചിക്കോഴി വിൽക്കണം എന്ന് താങ്കൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് പ്രായോഗികമായി കഴിയില്ല, ലാഭം നഷ്ടം സഹിച്ചും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധ സൂചകമായി നാളെ മുതൽ കടകൾ അടച്ചിടാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പ്രതിനിധി രാജമൗലി ഇവിടെയുണ്ട്, കർഷകനായി. ഒപ്പം തന്നെ ഷാജി മുല്ലക്കരി കൊച്ചി സ്റ്റുഡിയോയിലുമുണ്ട്. ആദ്യം ഷാജിയിലേക്ക്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് 87 രൂപയ്ക്ക് ഇറച്ചിക്കോഴി വിൽക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത്? ലളിതമായി പറഞ്ഞോളൂ. ഹലോ, ഷാജിയിലേക്ക് വരാം. ഹലോ രാജമൗലി, ആ ചോദ്യം താങ്കളിലേക്ക് ആവർത്തിക്കുന്നു. എന്തുകൊണ്ട് 87 രൂപയ്ക്ക് കോഴി വളർത്തുന്ന ഒരു കർഷകന്? പറഞ്ഞോളൂ. കേരളത്തിൽ കോഴി വളർത്തുന്ന ഒരു കർഷകന് ഏതാണ്ട് 85 മുതൽ 90 രൂപ വരെ ഇപ്പോൾ ഉൽപാദന ചെലവുണ്ട്. അതായത് ഒരു കോഴിക്കുഞ്ഞിന് 50 രൂപ മുടക്കുണ്ട്, 3 കിലോ 800 ഗ്രാം തീറ്റ അതിന് ചിലവുണ്ട്, 30 രൂപ വില കണക്കാക്കിയാൽ 114 രൂപ തീറ്റയ്ക്ക് മാത്രമായി ചിലവഴിക്കേണ്ടതുണ്ട്, മെഡിസിന് 5 രൂപ, വളർത്തുകൂലി ഒരു 12 രൂപ, അങ്ങനെ ഏതാണ്ട് 181 രൂപ 2 കിലോ ഉള്ള ഒരു കോഴി വളർത്തുന്നതിന് നമുക്ക് ചിലവാകുന്നുണ്ട്. ആ 2 കിലോ ഉള്ള കോഴി വളർത്തി ചിലവാകുമ്പോൾ ഏതാണ്ട് 90 രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട്. അത് കർഷകൻ മാർക്കറ്റിലെത്തിക്കുമ്പോൾ അതിന് വീണ്ടും ചിലവേറുകയാണ്. അതായത് കോഴി വണ്ടിയെ കയറ്റി 100 കിലോ കോഴി വണ്ടിയെ കയറ്റി മാർക്കറ്റിലെത്തിക്കുമ്പോഴേക്കും അതിന് ഒരു 5% വെയിറ്റ് ലോസ് തന്നെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വണ്ടിക്കൂലി, പണിക്കാരുടെ പൈസ എല്ലാം കൂടെ ഒരു കടയിലെത്തിക്കുന്നതിന് ഏതാണ്ട് 8 രൂപ മുതൽ 10 രൂപ വരെ ചിലവാകുന്നുണ്ട്. പിന്നീട് റീറ്റെയിൽ വ്യാപാരി അത് 20 മുതൽ 25 രൂപ വരെ മാർജിൻ ഇട്ടാണ് ഇത് കടകളിൽ വിൽക്കുന്നത്. അപ്പോൾ ഒരു 120 രൂപ 125 രൂപ ഇപ്പോൾ ചിലവ് വരും. അത് 87 രൂപ വിലയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത് തികച്ചും നഷ്ടമാണ്. അത് മന്ത്രിയുടെ പ്രസ്താവന ഷാജി, മന്ത്രി അതിന് മറുപടി നൽകും. മന്ത്രി അതിന് മറുപടി നൽകും. ഈ കണക്കൊക്കെ ഷാജി പറഞ്ഞത് ശരിയാവും, ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യും. ചിലവ് ഇനിയും ചിലപ്പോൾ ഏറാനുള്ള സാധ്യതയുണ്ടാവും. പക്ഷേ എൻ്റെ ചോദ്യം ഷാജി, ഈ ജൂൺ 30 വരെ ഈ ഭാരമൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ 87 രൂപക്കല്ലേ കോഴിയെ വിറ്റത്? ഈ 103 രൂപയാണ് കേരളത്തിൽ ജൂൺ 30 വില ഈ ഫ്രഷ് ചിക്കന്. അതിന് മുമ്പുള്ള ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ ശരാശരി ഈ വിലനെ തുടരുകയാണ് പെരുന്നാൾ കഴിഞ്ഞിട്ട്. 38 രൂപയാണ്. അപ്പൊ ഇത്രയും ദിവസം നിങ്ങൾ ഇങ്ങനെ ഭാരമൊക്കെ ഇല്ല ഇല്ല ഇല്ല, ഞങ്ങളുടെ വകുപ്പിലുള്ള കൃത്യമായ കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു സംശയമില്ല ഇക്കാര്യത്തിൽ. ആഴ്ച തോറുമുള്ള കണക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചത്, അതിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഈ ദിവസം വരെ ഏതാണ്ട് 100 രൂപ വിലക്ക് വിറ്റിരുന്ന കോഴി
അതാ 14% നികുതി അടക്കം. ആ നികുതി മാറുമ്പോൾ എങ്ങനെയാണ് പൊടുന്നതിന് 40% വിലവർധന വരുന്നത്? കുറയല്ലേ വേണ്ടത്. രണ്ടാമത്തത്, ഷാജിയെപ്പോലുള്ള കൃഷിക്കാർ അവർ കേരളത്തിലുണ്ടാവുന്ന ചിക്കൻ്റെ ആവശ്യ ചിക്കത്തിൻ്റെ 10-15% സപ്ലൈ ചെയ്യുന്നില്ല. ബാക്കി തമിഴ്നാട്ടിൽ നിന്നുള്ള വരുന്ന ചിക്കൻ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാർ അവർക്ക് വേണ്ടിയിട്ട് അവരെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ചിക്കൻ അതിനെ നിയന്ത്രിക്കുന്ന ഏതാനും കമ്പനികൾ, ആ കമ്പനികൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും വില കൂട്ടാം, വില കുറക്കാം. ഇതല്ലേ യാഥാർത്ഥ്യം? ഇതിന്റെ ഫലമായിട്ടല്ലേ ഈ ജൂൺ 30 വരെ 103 രൂപ 104 രൂപക്ക് വിറ്റുകൊണ്ടിരുന്ന ചിക്കൻ 15 രൂപ നികുതി മാറിയിട്ടും കുത്തനെ ഉയരുന്നത്. ആകെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു 300 കോടി രൂപ ഈ നികുതി ഇളവിനത്തിൽ സംസ്ഥാന സർക്കാർ ആനുകൂല്യമായിട്ട് താഴേക്ക് പോവുകയാണ്. ഒരു ദിവസമെങ്കിലും ആ നികുതി ഇളവിന്റെ ആനുകൂല്യം ഈ നാട്ടിലെ ഉപഭോക്താക്കൾ കൈമാറും. എന്നിട്ട് ഭാവിയിൽ നിശ്ചയമായിട്ടും എല്ലാ കാലത്തേക്കുള്ളതല്ല ഈ വില. GST വരുന്ന ദിവസമെങ്കിലും അതിന് തൊട്ടടുത്ത ദിവസങ്ങളെങ്കിലും ആ കുറഞ്ഞ വില നികുതി കുറവിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. ഷാജി, അത് ചെയ്യുന്നില്ല. GST വരുന്നതിന് മുമ്പ് ജൂൺ 30 1 കിലോ കോഴിക്ക് വില 102 രൂപയായിരുന്നു. അന്ന് 14.5% നികുതിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നികുതി ഒഴിവായി. അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടത് എന്ന സാമാന്യ ചോദ്യമാണ് ധനമന്ത്രിയും ഉയർത്തുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആ വാദം തെറ്റാണ്. ജൂൺ 30 138 രൂപയാണ് റീറ്റെയിൽ പ്രൈസ്. 103 രൂപ ഒരു ഫാം റേറ്റ് വന്നിട്ടുണ്ടാവാം. രണ്ടാമതൊരു കാര്യം, കേരളത്തിൽ മാത്രമല്ല ഇന്ന് സൗത്ത് ഇന്ത്യയിലാകെ തമിഴ്നാട്, കർണാടകം മുതലായ ആന്ധ്ര മുതലായ സംസ്ഥാനങ്ങളിലെല്ലാം കോഴിക്ക് 140 മുതൽ 160 രൂപ വരെയാണ് റീറ്റെയിൽ വില എന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കണം. ഇന്ന് പല്ലടം, സൗത്ത് ഇന്ത്യയിലെ കോഴി മാർക്കറ്റ് ഏറ്റവും വലിയ കോഴി മാർക്കറ്റായ പല്ലടത്ത് 115 രൂപയ്ക്കാണ് കോഴി കേരളത്തിലേക്ക് കയറ്റുന്നത്. ഇതിന് രണ്ട് കാരണമുണ്ട്. കേരളത്തിലെ ഉൽപ്പാദനം കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. കുറഞ്ഞതിൻ്റെ കാരണം എന്താ? GST വരുന്നതിൻ്റെ ഒരു ഭയം. എന്തുകൊണ്ട് GST വന്നാൽ എന്താകുമെന്ന് ഇവിടുത്തെ കർഷകർക്ക് അറിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഉൽപ്പാദനം വളരെയേറെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. കഴിഞ്ഞ ജൂൺ 30 മുൻപ് ഉണ്ടായിരുന്നത് അതിന് ആനുപാതികമായ ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവേണ്ട ഉൽപ്പാദനം GST ഭയന്ന് വളരെയധികം കർഷകർ കോഴി ഉൽപാദനം നിർത്തിവെക്കുകയും ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആശങ്കകളൊക്കെ പരിഹരിച്ചു കേരളത്തിൽ ഇനിയും ഉൽപാദനം കൂടും. ഇറച്ചി വ്യാപാരികളുടെയും ധനമന്ത്രിയുടെയും കണക്കുകൾ തമ്മിൽ ചേരുന്നില്ല. ഇന്നത്തെ ചർച്ച പരാജയപ്പെടാൻ ഇടയാക്കിയ കാരണവും അത് തന്നെയാണ്. ഇവിടെ ഈ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ GST നടപ്പാക്കുമ്പോൾ ഗണ്യമായ വിലക്കുറവുണ്ടാകും എന്ന ആശ്വാസവും എന്ന പ്രതീക്ഷയും ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഫലത്തിൽ അത് മറച്ചാണ് വന്നത്. ഇവയ്ക്കൊന്നും നികുതിയില്ല എങ്കിൽ പോലും ക്രമാനുഗതമായി വില കൂടുന്നുണ്ട്. സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയുമോ ഇത്തരത്തിലുള്ള ഈ വിലക്കയറ്റത്തെ, ഈ അനിയന്ത്രിതമായ വിലക്കയറ്റത്തെ? പ്രകാശിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ധനമന്ത്രി ആദ്യ ഡോക്ടർ ഐസക് പറഞ്ഞിടത്ത് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ വ്യാപാരികൾ ഇപ്പോൾ ഇത് 3 മാസത്തേക്ക് നീട്ടിവെക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നു. അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അത് സത്യമാണ്. അത് മുൻകാലങ്ങളിൽ അവർ സമരം ചെയ്യുകയും സംസ്ഥാന സർക്കാരായിരുന്നു അതിലൊരു ഡിസിഷൻ എടുക്കുകയും ചെയ്തിരുന്നതെങ്കിൽ ഇനി മുതൽ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു തീരുമാനമാണ്. അത് ഒരുപക്ഷെ കേരളം എതിർത്താലും നടപ്പിലാകുമായിരിക്കാം. അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ കേരളത്തിലെ ഒരു ഇടതുപക്ഷ സർക്കാർ അതിനെ എതിർക്കാതിരുന്നത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നു. നമ്മൾ ബദലുകൾ അന്വേഷിച്ച് പലപ്പോഴും നമ്മൾ ഇത്തരം സാമ്പത്തിക നയങ്ങൾക്ക് ബദലുകൾ തേടിയാണ് പഠന കോൺഗ്രസ്സുകളും മറ്റ് ചർച്ചകളും രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നടത്തുന്നത്. അവിടെ അതിന് കൂട്ടുനിന്നു എന്നുള്ളൊരു പഴി ഇടതുപക്ഷം സ്വീകരിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. രണ്ട്, ഈ സ്പെസിഫിക് ആയിട്ടുള്ള വിഷയത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തന്നെ അറിയാം. അദ്ദേഹം തന്നെ പബ്ലിക്ലി പറഞ്ഞിട്ടുമുണ്ട്, GST നടപ്പിലാക്കിയ എല്ലാ രാജ്യങ്ങളിലും വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളുടെ മുമ്പിലുള്ള ഉദാഹരണമാണ്. അതിനെ തടയാൻ മലേഷ്യ നടത്തിയ ശ്രമങ്ങൾ അമ്പയെ പരാജയപ്പെട്ട ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്.
അതുകൊണ്ട് GST വന്നാൽ വിലക്കയറ്റം ഉണ്ടാകും, വില കുറയും എന്ന് പ്രകാശ് പറഞ്ഞത് ശരിയല്ല. അത് ധനമന്ത്രി തന്നെ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നടത്തുന്ന കാര്യം എന്താണ്? തൽക്കാലത്തേക്കെങ്കിലും, അത് അദ്ദേഹവും പറഞ്ഞു, തൽക്കാലത്തേക്കെങ്കിലും നടപ്പിലാക്കിയ ദിവസമെങ്കിലും അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനം? GST നടപ്പിലാക്കിയവർക്ക് യഥാർത്ഥത്തിൽ തൽക്കാലത്തേക്ക് വില കുറഞ്ഞുവെന്നും പിന്നീടുണ്ടാകുന്ന വിലക്കയറ്റങ്ങളുടെ ഉത്തരവാദിത്വം GSTക്കല്ല മറ്റെന്തിനുമാണെന്നോ പറയാൻ ഒരു ന്യായീകരണം എന്നുള്ളതിൽ കവിഞ്ഞ് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. കാസ്കേഡിംഗ് എഫക്റ്റ് ടാക്സിൻ്റെ ഒഴിവാക്കുന്നത് കൊണ്ട് അത് എൻഡ് യൂസേഴ്സിലേക്ക്, കൺസ്യൂമേഴ്സിലേക്ക് പാസ് ചെയ്യുമെന്നുള്ളത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. അത് ലോകത്തെങ്ങും നടന്നിട്ടില്ല, ഇവിടെയും നടക്കില്ല. നമുക്ക് ഒരു കാര്യം കൂടി, വാറ്റ് നടപ്പിലാക്കിയല്ലോ. വാറ്റും വാല്യൂ ആഡഡ് ടാക്സ് ആയിരുന്നല്ലോ. അന്ന് എന്താണ് സംഭവിച്ചത്? വിലക്കയറ്റം ഉണ്ടായി. ഇതിനെക്കുറിച്ച് C&AG അവരുടെ റിപ്പോർട്ടിൽ 2010 വളരെ കൃത്യമായി 40 കോടിയിലധികം ഈ ഇടത്തട്ടുകാരെ അടിച്ചു മാറ്റിയതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ എന്ത് നടപടിയെടുത്തു? കോമ്പറ്റീഷൻ കമ്മീഷൻ കൊണ്ടുവന്ന് എന്ത് നടപടിയെടുത്തു? ഇത് നടപ്പിലാകാത്ത ഒരു കാര്യം, നിയമത്തിൻ്റെ പിൻബലമില്ലാതെ ഐ തിങ്ക് ഹി ഈസ് ഫൈറ്റിംഗ് എ ലൂസിംഗ് ബാറ്റിൽ. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊരു പണം ഇടനിലക്കാരുടെ ഇടയ്ക്ക് തങ്ങുന്നുണ്ടാവും. പക്ഷേ നികുതി പരിഷ്കരണം കൊണ്ട് അതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് ലഭ്യമാകാൻ സാധ്യതയില്ല എന്നൊരു നിരീക്ഷണം. ഒപ്പം തന്നെ നിയമപരമായി ഒരു പശ്ചാത്തലവും ഇല്ലാതെയാണ് താങ്കൾ ഈ കർഷകരെ അവരെ വിരട്ടുന്നത് അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നത്. ശ്രീ തോമസ് ഐസക്, ആദ്യം ഇവിടെ GST നിരക്ക് വന്നുകൊണ്ട് MRPയേക്കാൾ കൂടുതൽ വിലയിലേക്ക് ഉയരേണ്ട ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്നോട് പേര് പറഞ്ഞു തരും. MRP പാക്കേജ് കമ്മോഡിറ്റീസ് ആക്ടിന് വരുന്നത്. ഞാനിന്ന് ചർച്ചയ്ക്ക് വന്നവരോട് ചോദിച്ചു, നിങ്ങൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ പേര് പറ. ഇല്ല. അപ്പോൾ നിലവിലുള്ള MRPയേക്കാൾ താഴ്ന്ന നിരക്ക് 95% കൺസ്യൂമർ പ്രൊഡക്ട്സിനും നിലവിലുണ്ടായിരുന്ന നികുതി നിരക്കിനേക്കാൾ താഴ്ന്ന GST നിരക്ക്. അപ്പോൾ ഈ ഇളവ് ഉപഭോക്താവിന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പരിശ്രമം പോലും നടത്താൻ പാടില്ല. അത് താൽക്കാലികം മാത്രമായിരിക്കും. നാളെ MRP കൂടാമല്ലോ, അതുകൊണ്ട് ഇപ്പം തന്നെ MRPയുടെ മേൽ വില കൂട്ടിവെക്കാൻ അനുവദിക്കാനായിട്ട് ഒരു അനുവാദം നൽകുന്ന നിലപാട് ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ പറ്റുമോ? അത് എത്ര ജനവിരുദ്ധമായ നിലപാടായിരിക്കും. അതുകൊണ്ട് കേരള സർക്കാർ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഉൽപ്പന്നത്തിന് മേലെ നികുതി MRPയേക്കാൾ മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ശരി, നമുക്ക് പരിശോധിക്കാം. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും MRPയുടെ മേൽ നികുതി ചുമത്തി ഈടാക്കുന്നത് പറ്റത്തില്ല. അത് നിയമവിരുദ്ധമാണ്, നടപടിയെടുക്കും. ഇതല്ലേ പ്രകോപനമുണ്ടായത്? ഇങ്ങനൊരു നിലപാട് സർക്കാർ സ്വീകരിക്കണ്ടേ? ഇവിടെ ചിക്കൻ്റെ കാര്യം വരുമ്പോഴെന്താണ്? ചിക്കന് MRP ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് MRP പറയുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അത് ദൈനംദിനമുള്ള ഡിമാൻഡും സപ്ലൈ അനുസരിച്ച് വില മാറുന്ന ഒന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ GST വരുന്നതിന് മുമ്പ് ഏതാണ്ട് സ്റ്റഡി ആയിട്ട് നിന്നുകൊണ്ടിരുന്ന മാർക്കറ്റ് ഒരാഴ്ചക്കാലം, അതിക്ക് മുമ്പ് കൂടെയും കുറയും ചെയ്ത് കാണും. GST 15% വില നികുതി കുറയ്ക്കുമ്പോൾ മുകളിലോട്ട് 15% കയറുന്നു പിറ്റേന്ന്. അപ്പോൾ ഇതിൽ കേരളത്തിലെ കൃഷിക്കാർ നേരത്തെ തന്നെ ഈ പറഞ്ഞ വിലക്ക് വിൽക്കാൻ നിങ്ങൾ സന്നദ്ധരായി നിൽക്കുകയല്ലേ? GST വന്നപ്പോഴല്ലോ പെട്ടെന്ന് നിങ്ങളുടെ ഉത്പാദന ചെലവ് കൂടിയത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ കൃഷിക്കാരൻ, കേരളത്തിലെ ചില്ലറ വ്യാപാരി, കേരളത്തിലെ ഉപഭോക്താക്കൾ, ഇത് ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കൈവരലുണ്ടാകുന്ന കുത്തക കമ്പനികൾ, തമിഴ്നാട്ടിലെ വലിയ വൻകിട ഫാമുകൾ, കമ്പനികൾ, അവരുടെ ഈ ചൂഷണത്തിനും നിയന്ത്രണത്തിനും എതിരായിട്ട് ഒരുമിച്ച് നിലപാടെടുക്കാനാണ് വേണ്ടത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു കർഷകൻ കൂടി, ഇറച്ചിക്കോഴി ഇവിടുത്തെ കർഷകൻ കൂടി രാജമൗലി കൂടി ചേരുന്നുണ്ട്. രാജമൗലി, ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത്, തീറ്റ നൽകുന്നത്, ഒപ്പം ഈ കോഴികളെ വാങ്ങുന്നത് എല്ലാം വൻകിട കമ്പനികളും അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ, ഇടനിലക്കാരെല്ലാം ഉണ്ട്. ഇവിടുത്തെ ഈ 14% നികുതി ഇളവ് ലഭിക്കുമ്പോൾ തന്നെ അത് ആ ആനുകൂല്യം കൂടി ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടതാണ്. പക്ഷെ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു നഷ്ടമാണ്, ലാഭമില്ല എന്ന് പറയുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇവിടെ ധനമന്ത്രി തോമസ് ഐസക് സൂചിപ്പിച്ച പോലെ ഈ വൻകിടക്കാരുടെ താല്പര്യങ്ങൾക്ക്, വൻകിട കമ്പനികളുടെ താല്പര്യങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ബലിയാടാകുന്നു? ഇതിനകത്ത് ആദ്യമേ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ജൂൺ 30 തിരുവനന്തപുരം ജില്ലയിൽ 128 രൂപയായിരുന്നു കോഴി റീറ്റെയിൽ പ്രൈസ്. അത് മന്ത്രി ഏത് ഉദ്ദേശത്തിലും ഏത് അറിവിൽ നിന്ന് പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് കർഷകർക്ക് വരുന്നുണ്ട്. എല്ലാ ദിവസവും കോഴി വിൽക്കേണ്ടുന്ന റേറ്റ് വരുന്നുണ്ട്. അതിൽ 128 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ദിവസം. അന്നത്തെ ജൂൺ 30 റേറ്റാണ് ഞാൻ പറഞ്ഞത്.
എനിക്ക് ഒറ്റ കാര്യമേ ഞാൻ ചോദിക്കാനുള്ളൂ. 87 രൂപയ്ക്ക് കോഴി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കർഷകന് ഇതിനകത്ത് എത്ര രൂപ കിട്ടും? ഒരു കട്ടിംഗ് സ്റ്റോളിൽ നടത്തുന്ന ആൾ അതിൻ്റെ ലാഭം 10-15 രൂപ ലാഭം എടുത്തിട്ടാണ് കോഴി വിൽക്കുന്നത്. ഇത് കൊണ്ട് വിൽക്കുന്ന റീറ്റെയിലർ അയാൾ 10-15 രൂപയോളം ലാഭം എടുക്കും. 48 രൂപയോളം ഇന്ന് ചിക്സിന് റേറ്റ് നിൽക്കുമ്പോൾ ഇവിടുത്തെ കർഷകർ, കേരളത്തിലെ കർഷകർ എന്ത് വിലയ്ക്ക് ഇത് ട്രേഡർക്ക് കൊടുക്കണം? സാർ 87 എന്ന് പറഞ്ഞ ഒരു ഫിഗറിലാണ് സാർ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ഈ ഒരൊറ്റ കാര്യമുള്ളൂ സാർ. സാറ് ഈ ഫിഗർ എന്ത് അടിസ്ഥാനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തതാണ്? ഈ പറഞ്ഞ ജൂൺ 30-നുള്ള റേറ്റ് 128 ആണെങ്കിൽ തന്നെ പ്ലസ് ടാക്സ് വരും. ഇപ്പം ആ ടാക്സ് കുറച്ചിട്ടുള്ള റേറ്റും അല്ല സാർ പറയുന്നത്. ഇവിടുത്തെ കർഷകൻ്റെ സാഹചര്യം സാർ ഒന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ എങ്ങനെ കച്ചവടം ചെയ്യണം? ഞങ്ങൾ എന്ത് വിലയ്ക്ക് കോഴി ട്രേഡർക്ക് കൊടുക്കണം? ഞങ്ങളുടെ ആശങ്ക ഇതേ ഉള്ളൂ. 87 രൂപയ്ക്ക് പോലും ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ 87 രൂപയ്ക്ക് ഈ 3 സ്റ്റേജും കഴിഞ്ഞ് ഇതിൻ്റെ എൻഡ് യൂസർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അതെന്താണ്, ഏത് രീതിയിൽ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. യെസ്, ശ്രീ തോമസ് ഐസക്, ഒരു ചിക്കൻ ഇല്ലാത്ത കേരളത്തിലേക്ക് നാളെ മുതൽ കാര്യങ്ങൾ പോകുമെന്നാണ് കർഷകർ പറയുന്നത്. അവർക്ക് കഴിയില്ല ഇങ്ങനെ നടത്താൻ ഈ കച്ചവടം. ശരി, വിലയെക്കുറിച്ചാണ് തർക്കം. എന്തായിരുന്നു ജൂൺ 30 വില, എന്തായിരുന്നു തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലെ വില? ആ വില നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ വിലയല്ല ശരി, നിങ്ങൾ പറഞ്ഞ വിലയാണ് ശരിയെന്നിരിക്കട്ടെ. നമുക്ക് ശരിയായ വില കണ്ടുപിടിക്കാം, ഒരു കമ്മിറ്റി വെക്കാം. അതിൽ നിന്ന് 15% നികുതി കുറച്ച വിലക്ക് വിൽക്കാൻ തയ്യാറുണ്ട്, അത് പറ. ഇപ്പം നമ്മളിപ്പോൾ വില അതാണ് ഇതാണ് എന്ന് തർക്കിച്ചുകൊണ്ടിരുന്നാൽ നമുക്കിപ്പോൾ തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരു കമ്മിറ്റി വെക്കാം. കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ വില എത്രയായിരുന്നു ജൂൺ 30 തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ, അതിനേക്കാൾ 15% വില കുറച്ച് ഉപഭോക്താവിന് കൊടുക്കാൻ തയ്യാറുണ്ടോ? അത്രയ്ക്ക് അറിഞ്ഞാൽ ഉണ്ടോ? ഇവർ പറഞ്ഞ 100 രൂപ എന്ന് പറയുന്നത് അവർ പറഞ്ഞതിനേക്കാൾ 15%-ലധികം കുറഞ്ഞാണ്. കാരണം അന്നത്തെ റേറ്റ് റീറ്റെയിൽ ഷോപ്പുകളിൽ ഉണ്ടായിരുന്നത് 125 രൂപയാണ്. ആ രീതിയിൽ മന്ത്രിയുടെ ഇടപെടലിൽ ഇവിടുത്തെ കൺസ്യൂമേഴ്സിന് ഒരു ഗുണം ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ പോയിന്റ് അതല്ല. ജൂൺ 30 ഒരു ബെഞ്ച് മാർക്കിൽ എങ്ങനെ എത്തി? ഇപ്പോൾ 8-ാം തീയതി അങ്ങനെ വരുന്നെന്ന് പറഞ്ഞു. അടുത്ത 8 ദിവസവും സ്ഥായിയായി നിൽക്കണം എന്ന് സർക്കാരിന് പറയാൻ കഴിയുമോ? 2 ദിവസം കഴിയുമ്പോൾ അത് കൂടിയാലോ? ഈ ഒരു ദിവസത്തേക്ക് ഈ തീരുമാനം എടുക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്നത് പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഈ ആൻറ്റി പ്രോഫിറ്ററിങ് റൂൾസ് നമ്മൾ കൊണ്ടുവന്നത്. അതിന് ഒരു ടീത്തും ഇല്ലാതെ എങ്ങനെയാണ് ലാഭം, അമിത ലാഭം ഉണ്ടോ എന്ന് നിശ്ചയിക്കുന്നതെന്ന് ഒരു വ്യവസ്ഥയും ഇല്ലാതെ ഇപ്പോൾ നമ്മളിവിടെ ടാക്സ് വെച്ച് അത്രയും കുറവ് വരണമെന്ന് മിനിസ്റ്റർ പറയുന്നു. അത് മിനിസ്റ്റർ ഒരു അനുമാനം തീരുമാനിച്ചതല്ലേ? അങ്ങനെ നിയമത്തിൽ അതിനൊരു വ്യവസ്ഥ ഉണ്ടോ? ഇങ്ങനെ ടാക്സ് കൂട്ടിയെടുത്താൽ അത് കുറയ്ക്കണം, ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് റിംഗ് നിർണ്ണയിക്കുക എന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. ഒരു അതോറിറ്റി വന്നതിന് ശേഷം നാളെ തീരുമാനിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ് അത്. ഇന്നിപ്പം കുറച്ചവർ 100 രൂപ എന്ന് പറഞ്ഞു, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും 135 രൂപയായാൽ അതിലെങ്ങനെ സർക്കാർ ഇടപെടും? അപ്പോൾ ഇതൊരു തൽക്കാലത്തേക്ക് GST വന്നു, കുറച്ചു, സർക്കാർ ഇടപെട്ടു എന്ന് പറയാം എന്നല്ലാതെ ഇതിൽ ഇടപെടാനുള്ള ഒരു കൺട്രോളും സർക്കാരിന്റെ കൈവശമില്ല. തോമസ് ഐസക്, താങ്കൾക്ക് മറുപടി ഉണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഷാജിയിലേക്ക് വീണ്ടും. ഷാജി, ഇവിടെ ഷാജി കൂടി പറഞ്ഞിട്ട് താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഫാർമേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹി കൂടി പറഞ്ഞിട്ട് താങ്കൾക്ക് മറുപടിക്ക് അവസരം നൽകാം. ഷാജി, ഇവിടെ ഈ 87 രൂപ എന്ന് നിശ്ചയിക്കുമ്പോൾ സർക്കാർ ഇനി മുതൽ ഇറച്ചിക്കോഴിയുടെ വില നിർണ്ണയിക്കേണ്ട എന്ന ധാർഷ്ട്യമാണോ? ഇതുവരെ വലിയ തോതിലുള്ള ഫ്ലക്ച്വേഷൻ ഇറച്ചിക്കോഴി വിലയിൽ ഉണ്ടായിരുന്നു, വലിയ കയറ്റിയിറക്കങ്ങൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം വൻകിട കമ്പനികൾ, അതുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരെല്ലാം നിർണ്ണയിക്കുന്നതായിരുന്നു. സർക്കാർ അതിൽ ഇടപെടുന്നതിലുള്ള പ്രതിഷേധമാണോ ഇപ്പോൾ നിങ്ങൾ കടകൾ അടച്ച് നടത്തുന്ന സമരം? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, വൻകിട കമ്പനികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ പൗൾട്രി ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്നത് വൻകിട കമ്പനികളാണ്. ഒരു കാര്യം അറിയുക, 35 രൂപ ഒരു ഹാച്ചിങ് എഗ്ഗിന് ഇന്ന് വിലയുണ്ട്. ആ വില തീരുമാനിക്കുന്നത് വെങ്കടേശ്വര ഹാച്ചറീസാണ്. ഈ 35 രൂപ ഇവർ തീരുമാനിക്കാൻ എന്താ കാരണം? ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു കോഴിക്കുഞ്ഞോ ഒരു കോഴിമുട്ടയോ ഇല്ല. 40 ദിവസം കൊണ്ട് ഒരു കോഴി വലുതായി 2 കിലോ തൂക്കമെത്തി മാർക്കറ്റിലെത്തുന്നത് വെങ്കടേശ്വര ഹാച്ചറിയുടെ കയ്യിലുള്ള വെൻഗോബ എന്ന് പറയുന്ന ബ്രീഡിൻ്റെ ഗുണമാണെന്ന് ആദ്യമായിട്ട് അറിയുക. ഇതിൻ്റെ പേരന്റ് സ്റ്റോക്ക്, അതിൻ്റെ മുകളിലുള്ള GP, GGP, പ്യുവർ ലൈൻ, ഈ 4 ഐറ്റം ഗവേഷണം നടത്തി കണ്ടുപിടിക്കുകയും വിദേശത്തുനിന്ന് പേറ്റൻറ്റോടുകൂടി ഇറക്കുമതി ചെയ്യുകയും ചെയ്ത് ഇവിടെ ഈ കൃഷിയുടെ
60-70% ഇന്ത്യ ഒട്ടാകെ കൺട്രോൾ ചെയ്യുന്നത് വെങ്കടേശ്വര ഹാച്ചറിയാണ്. അതുപോലെയുള്ള 1-2 കമ്പനികളുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന്. ഉദാഹരണം ഇപ്പം കുടപ്പനക്കുന്നിലെ പേരൻ സ്റ്റോക്ക് ഉണ്ട്. ഈ പേരൻ സ്റ്റോക്ക് വെങ്കടേശ്വര ഹാച്ചറി കൊടുത്തിട്ടുള്ളതാണ്. അല്ലാണ്ട് നികുതി എല്ലാം കിഴിച്ച് എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുമെന്ന് ചോദിച്ചല്ലോ ധനമന്ത്രി. അതിനുള്ള മറുപടി തീർച്ചയായിട്ടും അതിലേക്ക് വരാം. ഒന്ന് രണ്ടാമതൊരു കാര്യം, കേരളത്തിലെ നികുതി ഏർപ്പെടുത്തിയത് 1990-ലെ വിശ്വനാഥ മേനോൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഷാജിയിലേക്ക് വരാം. നിങ്ങൾക്ക് വിജ്ഞാനം വിളമ്പണി നമുക്ക് ഒത്തിരി വർത്താനം പറയാം. പ്രസക്തമായ ചോദ്യം ആദ്യം ജോസഫ് തോമസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദ ആന്റി പ്രോഫിറ്റിയറിംഗ് ക്ലോസിൽ പറയുന്നത് നികുതി ഇളവുണ്ടായാൽ ആനുപാതികമായിട്ട് വില കുറവുണ്ടാവുന്നില്ലെങ്കിൽ അത് പ്രോഫിറ്റിയറിംഗ് ആണ്. അതിന്റെ ലഘൂരത്വം നോക്കി നടപടി എടുക്കാനായിട്ട് ഒരു അതോറിറ്റി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രോഫിറ്റിയറിംഗ് ആണെന്ന് പറയുന്നത്. ഞാനപ്പോൾ ഇവിടെ ഇത് പ്രോഫിറ്റിയറിംഗ് ആണ്, നികുതി കുറഞ്ഞിട്ടും വില കുറച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അത് 87 അല്ല. കാരണം അന്ന് 103 അല്ല, 128 135 ഇങ്ങനെ പല വിലകൾ പറഞ്ഞു. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ഈ വില എന്തായിരുന്നു ജൂൺ 30 എന്നുള്ള തർക്കം? ജൂൺ 30 വില, ആ വില എന്തെന്ന് അന്വേഷിക്കാൻ നമുക്കൊരു കമ്മിറ്റി വെക്കാം. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ വില, ആ വിലയേക്കാൾ 15% നികുതി ഇളവ് വന്ന് കുറച്ച് വിൽക്കാൻ തയ്യാറുണ്ടോ? ഇതാണ് ചോദ്യം. മറുപടി ഷാജി. ഹലോ, ഒന്ന് ജൂൺ 30 മാത്രമല്ല, ഇവിടെ കഴിഞ്ഞ വർഷം പക്ഷിപ്പനി ഉണ്ടായ സമയത്ത് 25 രൂപയ്ക്ക് കോഴി വിറ്റ കർഷകരാണ് ഇവിടെ ഉള്ളത്. രണ്ടാമത് കഴിഞ്ഞ നവംബർ മാസം 8-ാം തീയതി ഇവിടുത്തെ നോട്ട് നിരോധനം വന്നു. 46 രൂപ റീറ്റെയിൽ വിലയ്ക്ക് കോഴി വിറ്റിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ കർഷകർ സഹിക്കുകയും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു കമ്മിറ്റി വെക്കുന്നതിനും പഠനം നടത്തുന്നതിനും ആ വിലയ്ക്ക് ആനുപാതികമായിട്ട് കോഴി വിൽക്കുന്നതിനും ഇവിടുത്തെ കർഷകർ തയ്യാറാണ്, ഇവിടുത്തെ കച്ചവടക്കാർ തയ്യാറാണ്. ഇവിടെയുള്ള പ്രശ്നം എന്താ? പെട്ടെന്നൊരു ഷോർട്ടേജ് മാർക്കറ്റിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ 1, 2, 3 മാസമാണ് കർഷകന് ന്യായമായ വില കിട്ടുന്നത്, ഒരു ലാഭം കിട്ടുന്നത്. ആ സമയത്ത് സൗത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത, അതായത് ഇന്ത്യയുടെ കോഴി വളർത്തൽ കേന്ദ്രം, സൗത്ത് ഇന്ത്യയിലെ കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്നത് പല്ലടം മാർക്കറ്റാണ്. ആ പല്ലടം മാർക്കറ്റിൽ നിന്ന് 160 രൂപ കോഴിക്ക് വിലയുണ്ട്. അത് കേരളത്തിലെ കൃഷിക്കാരൻ 90 രൂപ മുടക്കി ഉൽപ്പാദിപ്പിച്ചിട്ട് അത് 35 രൂപ മുടക്കി വാങ്ങി, തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വിരിയിച്ച മുട്ട, 50 രൂപ വിലയുള്ള കോഴിക്കുഞ്ഞ്, ഇതെല്ലാമായിട്ട് 90-ലധികം രൂപ മുടക്കി ഉൽപ്പാദിപ്പിച്ചിട്ട് അത് 87 രൂപയ്ക്ക് വിറ്റില്ലെങ്കിൽ കട അടച്ചു, നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല, ഈ തൊഴിൽ ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള മന്ത്രിയുടെ നിലപാട് ദുഃഖകരമാണ്. ഒരു കമ്മിറ്റി വെക്കുന്നതിനോ വിലയെ സംബന്ധിച്ച് പഠിക്കുന്നതിനോ നമ്മൾ എതിരല്ല. ജോസഫ് സി മാത്യു, GST അതിന്റെ സങ്കീർണതകൾ അതെല്ലാം മാറ്റിവെക്കാം. ജനങ്ങൾക്ക് ഇതും കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകും എന്നതായിരുന്നു സാധാരണ ജനങ്ങളുടെ ചോദ്യവും ആകാംക്ഷയും. അത് പ്രതീക്ഷ നൽകുന്നില്ല എന്നത് മാത്രമല്ല, കൂടുതൽ ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് പോകുന്നു. വ്യാപാരികൾ അവരുടെ സമ്മർദ്ദം കടകൾ അടച്ച് നടത്തിയാൽ, കോഴി വ്യാപാരികൾ അവരുടെ തലത്തിൽ സമരം പ്രഖ്യാപിച്ചാൽ മറ്റു മാർഗങ്ങൾ ഉണ്ടാകില്ല. സ്വാഭാവികമായും ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ദൗർലഭ്യം ഉണ്ടാകും. അത് വീണ്ടും വിലക്കയറ്റത്തിന് ഇടയാക്കുന്ന സാഹചര്യവും ഉണ്ടാകും. കോഴിയുടെ കാര്യമെടുത്താൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ബിസിനസ് കമ്പനികളും ഏജൻസികളുമാണ് ഇതിന്റെ വില നിർണ്ണയിക്കുന്നതും കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതും അത് വിതരണം ചെയ്യുന്നതുമെല്ലാം. അതുകൊണ്ട് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും അവിടെ ഈ കേരള സർക്കാരിന്റെ മാത്രം നിബന്ധനകൾ കൊണ്ട്? പ്രകാശ്, 1-2 കാര്യങ്ങൾ ഡോക്ടർ ഐസക് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, GST വന്ന എല്ലാ രാജ്യങ്ങളിലും വില വർദ്ധിച്ചിട്ടുണ്ട്. 2, GSTക്ക് തൊട്ട് മുമ്പ് പലരും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? ടാക്സ് വരുമ്പോൾ ആനുപാതികമായി കുറയ്ക്കാൻ. 3, ഇന്ന് പറഞ്ഞത് എന്താണ്? ഇതിൽ അനുകൂലമായ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ മുൻപ് ടാക്സിൽ വരുത്തിയ വീഴ്ചകളെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തും എന്നല്ലേ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ കർഷകരെ ആ സമയത്തും ടാക്സ് പലരും കൃത്യമായി കൊടുത്തിരുന്നില്ല, ബില്ലെഴുതാതെയാണ് എങ്ങനെയാണ് കോഴിക്കച്ചവടം നടക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം അവിടെ നിലനിൽക്കുകയാണ്. എന്നാൽ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞത് ശരിയാണ്, ക്ലോസിൻ്റെ ആ റൂൾസിൻ്റെ 7-ാം വകുപ്പിൽ
ഇങ്ങനെ പറയുന്നുണ്ട്, ടാക്സ് കുറയുന്നതിന് ആനുപാതികമായിട്ട് ഇത് കുറയണം. അപ്പോൾ ടാക്സ് കൂടുന്നതിന് ആനുപാതികമായി കൂടാനും പറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ അതിനനുസരിച്ച് ലാഭം വരും എന്നുള്ളതുകൊണ്ട്. പക്ഷേ അങ്ങനെ വന്നാൽ എങ്ങനെ നടപടിയെടുക്കും? അതോറിറ്റി രൂപീകരിച്ചിട്ടില്ല. രൂപീകരിക്കാത്ത അതോറിറ്റിയുടെ അടുത്ത് നമ്മളിത് പരാതിപ്പെട്ടിട്ട് അവർ പരിശോധിച്ച് അതെങ്ങനെ പരിശോധിക്കും എന്നുള്ളതിൻ്റെ മാനദണ്ഡം തീരുമാനിച്ചിട്ടില്ല. പീനൽ ക്ലോസ് ഡ്രാഫ്റ്റിലുണ്ടായിരുന്നത് എടുത്തു കളഞ്ഞു. ഇത് ഓസ്ട്രേലിയ ഏറ്റവും നന്നായി നടപ്പിലാക്കിയെന്ന് പറയുന്ന രാജ്യത്ത് പോലും 21 മില്യണിലധികമാണ് കൺസ്യൂമേഴ്സിന് തിരികെ നൽകിയത്. നമ്മുടെ ഇവിടെ ക്ലാസ് ആക്ഷൻ അങ്ങനെ ഒരു നിയമം ക്ലോസ് ഇല്ല. അപ്പോൾ ഇതൊന്നും നടപ്പിലാക്കാനില്ലാതെ ടീത്ത്ലെസ് എന്ന് വളരെ കൃത്യമായി പറയാവുന്ന ഒരു നിയമം ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് സംസ്ഥാനത്തിനുള്ള അധികാരവും സറണ്ടർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു തരത്തിലും ഇടപെടാനുള്ള ക്ലോസ് ഇല്ല. ആകെപ്പാടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധം ഇപ്പോൾ പറയുന്ന പോലെ മുൻപ് വരുത്തിയ ടാക്സ് വെട്ടിപ്പിനെ കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ജൂൺ 30 വില ഈ ജൂലൈ 9 എങ്ങനെ മാനദണ്ഡമാക്കാൻ വെക്കും? അടുത്ത 9 ദിവസത്തേക്ക് ഇന്ന് നിശ്ചയിക്കുന്ന വില സ്ഥായിയായി നിൽക്കുമെന്ന് മിനിസ്റ്റർക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ നിൽക്കുന്ന ഒരു മാർക്കറ്റ് അല്ല കോഴിയുടെ മാർക്കറ്റ്. രാജമൗലി, ഇവിടെ ഇതിന്റെ പ്രത്യാഘാതം എന്താണ്? കർഷകർ നേരിടുന്ന പ്രതിസന്ധി, ജനങ്ങൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധി, വ്യാപാരികൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധി, പൊതുവിൽ ജനം അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട്, അതെന്തെല്ലാം? ഇതിൽ ആദ്യമായിട്ട് ചോദിച്ചോട്ടെ, മിനിസ്റ്റർ ഇതുവരെ ഒരു ഞാൻ ആ കർഷകരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വ്യാപാരികളുടെ പ്രതിനിധിയല്ല, കച്ചവടക്കാരുടെ പ്രതിനിധിയല്ല, ഒന്നുമല്ല. ഞാനൊരു കർഷകനാണ്. ഞാനൊരു കർഷകന്റെ പ്രതിനിധിയായിട്ട് മാത്രം ഇരിക്കുന്ന ആളാണ്. എൻ്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടിയില്ല. ഞങ്ങൾ എന്ത് വിലയ്ക്ക് ഈ കോഴിയെ വിൽക്കണം, അതിന് വ്യക്തമായ ഉത്തരം കിട്ടിയില്ല. പിന്നെ ഇതിനകത്ത് പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് സാർ, ഇന്ന് 125 രൂപ തമിഴ്നാട്ടിൽ ഇന്ന് കോഴിക്ക് വിലയുണ്ട്. 125 രൂപ. തമിഴ്നാട് കർഷകർ 100 രൂപയ്ക്ക് ഇവിടുന്ന് കോഴി വാങ്ങാൻ തയ്യാറായി വ്യാപാരികൾ നിൽപ്പുണ്ട്. സാർ പറയുന്നത് പോലെ തമിഴ്നാട്ടിൽ ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 60% ഫാമുകൾ, നമ്മുടെ ബോർഡറിനടുത്ത് കിടക്കുന്ന കുറച്ച് ഫാമുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി വെള്ളത്തിൻ്റെ ദൗർലഭ്യം കാരണം 60% ഫാമുകൾ പൂട്ടിക്കിടക്കുന്ന സാഹചര്യമാണ്. ശ്രീ തോമസ് ഐസക്, ഈ കർഷകരുടെ ആശങ്ക, കർഷകരുമായി ബന്ധപ്പെട്ടുള്ള ആകുലതകൾ, അത് താങ്കൾ പരിഗണിച്ചോ ഇതുവരെ? നോക്കൂ, ഇത് കൃഷിക്കാരല്ല പ്രശ്നം. ഇതിൽ കേരളത്തിലുള്ള മൊത്തം ഉപഭോഗത്തിന്റെ എത്രയോ ചെറിയ ശതമാനമാണ് കേരളത്തിലെ യഥാർത്ഥ കൃഷിക്കാരുടെ ഉൽപാദനം. ബാക്കിയുള്ള തമിഴ്നാട്ടിലെ കമ്പനികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ വൻകിട കമ്പനികൾക്ക് വേണ്ടിയിട്ട് ആ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിന്റെ ഈ സംവിധാനത്തിന്റെ നേട്ടം മുഴുവൻ, ഒന്ന്, ഇതിനെ നിയന്ത്രിക്കുന്ന വൻകിട കമ്പനികൾ, ഞാൻ കമ്പനികളുടെ പേരൊന്നും പറയുന്നില്ല. 2, അവർ ചേർന്ന് നിൽക്കുന്ന തമിഴ്നാട്ടിലെ ഈ വെങ്കടേശ്വര ഹാച്ചറീസ് മാത്രമല്ല, വേറെയുള്ള ഇറച്ചി കമ്പനികളും കോഴി വളർത്തലുകാരും എല്ലാവരും. ഇതിൽ ചെറിയൊരു പങ്കാണ് കൃഷിക്കാരനുള്ളത്. കേരള സർക്കാർ അവരോട് പറയുന്നത് കൃഷിക്കാരെ സ്വന്തം കാലിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുപോകാം. അതിനുള്ളൊരു പരിപാടി കേരള സർക്കാർ തയ്യാറാക്കും, നടപ്പാക്കും. കേരളത്തിലെ കൃഷിക്കാർക്ക് കേരളത്തിലെ ഈ ഇറച്ചിക്കമ്പോളം ഈ ഇടനിലക്കാരും അവരുടെ തട്ടുമില്ലാതെ കൊണ്ടുവരുന്നുള്ള ഏർപ്പാടുണ്ടാക്കാം. ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വമ്പൻ സ്രാവുകൾ കമ്പനികൾ അവരുടെ കൊള്ളയെ ഈ നമ്മുടെ നാട്ടിലുള്ള ചെറിയ കുറച്ച് കൃഷിക്കാരെ വെച്ചുകൊണ്ട് ഒരു മറയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ശരിയായ സമീപനമാണ്. കേരളത്തിലെ കൃഷിക്കാര്, കേരളത്തിലെ ചില്ലറ വ്യാപാരികള്, കേരളത്തിലെ സർക്കാർ ഒരുമിച്ച് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടതാണ്. കൃഷിക്കാർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യണം, വേണം എന്നുള്ളത് ഞങ്ങൾ 1989 തുടങ്ങിയ കെപ്കോയാണ്. കെപ്കോ ഇന്നും തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുള്ളൊരു സ്ഥാപനമാണ്. 1989 കോഴി കർഷകരെ സഹായിക്കണമെന്നുള്ള ഐഡിയയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1989 തുടങ്ങിയ കെപ്കോയാണ്. വൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഒരു നിയമ ഭേദഗതിക്ക് ശേഷം കേരളത്തിലെ കർഷകരെ മാത്രം വെച്ച് നമ്മൾ സംരക്ഷിക്കുമെന്ന് പറയുന്നത് തന്നെ യുക്തിപരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തമിഴ്നാട്ടിൽ ഈ വിലയ്ക്ക് കൊടുക്കണമെന്ന് ഒരു മന്ത്രിസഭ അവിടെ പറഞ്ഞിട്ടില്ല, ഒരു അധികാരികളും പറഞ്ഞിട്ടില്ല. അവിടെ 125 രൂപ ഇന്ന് മാർക്കറ്റ് വിലയുണ്ട്. റീറ്റെയിൽ വില 125 രൂപ. തമിഴ്നാട് ധനമന്ത്രി, താങ്കളിൽ അവസാനിപ്പിക്കാം. എന്റെ സുഹൃത്തെ, ഒരു മാർക്കറ്റ് ആണെങ്കിലും കേരളത്തിന്റെ ഉൽപാദനമുണ്ട്, ഇവിടെ കൃഷിയുണ്ട്. നമ്മുടെ കൃഷിയും അതിന്റെ ഉൽപാദനവും പരമാവധി വർദ്ധിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് ഈ ഒരു നികുതിയോ ഒരു മാർക്കറ്റോ ഒന്നും തടസ്സമല്ല. അത് കേരളം ചെയ്തില്ല, പിന്നെ കേരളം എന്തുവാ? താങ്കൾ അവസാനിപ്പിക്കാം. ഈ 87 രൂപയ്ക്ക് നാളെ മുതൽ കൊടുക്കാൻ തയ്യാറല്ല, കടകൾ അടച്ചിട്ട് സമരം ചെയ്യുകയാണ്. മുൻകാല നികുതിയുടെ കാര്യങ്ങളടക്കം ഓർമ്മിപ്പിച്ചാണ് താങ്കൾ അവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് തന്നെ പറയാം, അവരെ ചൊൽപ്പടിയിൽ നിർത്താൻ ശ്രമിച്ചത്. പക്ഷെ അതിനവർ വഴങ്ങുന്നില്ല. എന്താണ് ഇനിയുള്ള മാർഗം? അവർ കടകളടച്ച് സമരം തുടരുക തന്നെ ചെയ്യും. എങ്ങനെയാ കേരളത്തിലെ കൃഷിക്കാര് ഇതുവരെ പിടിച്ചു നിന്നത്?
ഈ തമിഴ്നാട് ലോബിയായിട്ട്. കേരളത്തിലെ കൃഷിക്കാരിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇതിന് മേല് നമ്മുടെ പുറത്തു കൊണ്ടുവന്ന് വരുന്ന നികുതി ചരക്കിന്റെ മേൽ ചിക്കന്റെ മേല് ചുമത്തിരുന്ന നികുതി അപൂർവമായിട്ട് പിടിച്ചിരുന്നുള്ളൂ. ഈ നികുതി ഒരു സംരക്ഷണമായിട്ടാണ് കേരളത്തിലെ കൃഷിക്കാർ കണ്ടുകൊണ്ടിരുന്നത്. അതല്ലേ യാഥാർത്ഥ്യം? GST നടപ്പാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള ആശങ്ക വർദ്ധിക്കുകയാണ്. നാളെ മുതൽ കോഴിക്കച്ചവടക്കാർ സമരത്തിലേക്ക് പോകുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു നികുതി 1000 ആശങ്ക എന്ന് പ്രൈം ഡിബേറ്റ് ആദ്യം പരിശോധിച്ചത്. വളരെ നന്ദി ധനമന്ത്രി തോമസ് ഐസക്, സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് സി മാത്യു, ഷാജി, ഒപ്പം രാജമൗലി. മറ്റൊരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കാക്കി ഊരിയ സെൻകുമാർ കാവി അണിയുമോ?